ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ മതി. കാരണം അത് ആ പാട്ട് എനിക്ക് ഓർമ്മയില്ല. എത്ര പാട്ടാണ് വരികൾ ഓർമ്മ. അങ്ങനെയല്ല, ഞാൻ നമുക്ക് കമ്പോസ് ചെയ്ത പാട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നെ അട്രാക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് അന്ന്. ഒന്ന്, ഹെഡ്ഫോൺസ് വെച്ച് നമുക്ക് സ്റ്റുഡിയോയിൽ പാടാം. ഒന്ന്. രണ്ട്, ലാലേട്ടനെ കാണിച്ചു തരാം. എന്തൊക്കെ പറഞ്ഞാലും ഒരേ മുഖമല്ലേ ഈ കാലത്ത് രാത്രിയൊക്കെ കാണാൻ. ഓരോ ദിവസം ഓരോ അല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനല്ല വേറെ മുഖം വേണം. അല്ല, കോവിഡ് ആയത് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അല്ല, കോവിഡ് ആകുമ്പോ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. എന്താണെന്നറിയോ, തീർച്ചയായിട്ടും ചില തമാശ പറയുമ്പോൾ അത് കൊള്ളൂല, അതെന്താ കൊള്ളാത്ത, കൊള്ളൂല, അത് തന്നെ ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ഞങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ട് പിണങ്ങിയിട്ട് ഷൂട്ടൊക്കെ മാറ്റി വെക്കും. ആര് വേറെ ഇല്ലല്ലോ, ഞങ്ങൾ തന്നെയാണല്ലോ ക്രൂ. ഷൂട്ട് മാറ്റി ക്യാൻസൽഡ്. പിന്നെ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് മറ്റേ ആ സ്റ്റോറി നമുക്ക് ബാക്കി നോക്കണോ? വേണം, നോക്കാം, വേറെ പണിയില്ലല്ലോ. Hello and welcome everybody to the show. Welcome Vidhu and Deepthi. Thank you. എത്ര നാളായി. ഞാനൊരു 4 മാസമായിട്ട് ഇവരെ പിടിക്കാൻ നോക്കുകയാണ്. പക്ഷെ എങ്ങുമില്ല. ചിലപ്പോൾ UK, ചിലപ്പോൾ US, ചിലപ്പോൾ ഓസ്ട്രേലിയ, ചിലപ്പോൾ ഇവിടെ, ചിലപ്പോൾ അവിടെ. അപ്പൊ അവസാനം എങ്ങനെയൊക്കെയോ ഒത്തു വന്നിരിക്കുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ വരണം എന്ന് ആഗ്രഹിച്ചൊരു ഇടമാണ് കേട്ടോ ഇത്. സത്യം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് കോൺവെർസേഷൻസ്. താങ്ക് യു. നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് വിധുവിനെ. അറിയാം. അന്ന് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരുന്നു. ഞാൻ ഇങ്ങനെ തഗ്ഗടിക്കുന്ന ആളാണെന്നൊന്നും അത്ര അറിയില്ലായിരുന്നു. പക്ഷെ അന്നടിച്ച് തുടങ്ങിയിട്ടില്ല. അന്ന് ഇപ്പൊ മാത്രമായിരുന്നു ഇതൊക്കെ. എൻ്റെ അടുത്ത് എല്ലാരും ചോദിക്കും, ഇത് ഇങ്ങനെ വീട്ടില് ഇങ്ങനെയാണോ, അത് ഇപ്പോഴാണോ ഈ തകം? എനിക്ക് കാണുമ്പോൾ തൊട്ടേ ഇങ്ങനെയാണ്. പിന്നെ മേ ബി പുറത്ത് അല്ല, അത് ആ ഒരു ടീമുണ്ടല്ലോ, അത് ഞാൻ ടീമിനെ പറയുള്ളൂ. നമ്മൾ മഴവില്ലിലെ സൂപ്പർ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന 4 പേര് കൂടിയപ്പോൾ അതങ്ങനെ സംഭവിച്ചു. അപ്പൊ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കയറിയപ്പോൾ ഇതായിട്ടുള്ളതല്ല. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഞാനിങ്ങനെ എനിക്ക് തമാശയൊക്കെ പറഞ്ഞപ്പോഴും ചിരിപ്പിച്ച് ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഷൂട്ടിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേ തഗ്ഗടിച്ചാൽ ഒരു രീതിയിലും മനസ്സിലാവുന്ന ആളല്ല. ഇത് കൂടെ പോൺ ട്യൂബ്ലൈറ്റ് ആണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ഇന്ന് ഞാൻ തന്നെ തമാശ ഞാൻ തന്നെ ചെയ്യും. No, 2024 is a very very important year for you. 2 കാരണവശാൽ. Tell me what they are. 25th year? Yeah. 25th year and 15 years? 15 years. 25th year of Vidhu Pratap singing and 15 years of their marriage. അപ്പൊ നമുക്ക് മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി വിധു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പാട്ടുണ്ടല്ലോ ഭാര്യയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത്. അതിനകത്ത് ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ മതി. കാരണം അത് ആ പാട്ട് എനിക്ക് ഓർമ്മയില്ല. എത്ര പാട്ടാണ്, വരികൾ ഓർമ്മ. അങ്ങനെയല്ല, ഞാൻ നമുക്ക് കമ്പോസ് ചെയ്ത പാട്ട് എനിക്ക് ഓർമ്മയില്ല. വരികൾ ഓർമ്മയില്ലല്ലേ എന്റെ. പാട്ട് പാടും, മൂളിയാ മതി. ട്യൂൺ ഓർമ്മയുണ്ടോ? കമ്പോസ് ചെയ്തതാണ്. ട്യൂൺ ഓർമ്മയുണ്ട്, കാരണം അത് എന്റെ റിംഗ് ടൂണാ, അതുകൊണ്ട് അത് കേൾക്കുന്നുണ്ടാവും. ദീപ്തി പാട്. ഇല്ല, പാടത്തില്ല. ആലോചിച്ചപ്പോ എനിക്ക് ഇത് കിട്ടുന്നില്ല. എനിക്കൊന്ന് കേൾക്കേണ്ടി വരും. ശരിക്കും കേൾക്കണോ? ഒന്ന് അത് തന്നെ പാടണം. ഇനിയിപ്പൊ മറന്ന സ്ഥിതിക്ക് ദീപ്തി പണിഷ്മെന്റ് ആയിട്ട് തന്നെ പാടിയിരിക്കണം. ഇതാണ് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് അത് വെക്കണമെന്ന്. അതൊഴിച്ച് വേറെ എല്ലാ പാട്ടുകളും വെക്കും. ഇപ്പൊ ശരിയായിട്ട് എനിക്ക് ഓണം എപ്പോഴായിരുന്നു? പക്ഷേ അത് ബാക്കിലൂടെ പോകണം, അത്രയൊന്നും ഇല്ല. ടെൻഷൻ അടിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. സത്യം പറ, അത് റിമൂവ് ചെയ്തോ? ഇത് പ്രശ്നമല്ലോ. ആക്ച്വലി ഇത് കാണുന്നില്ലല്ലോ. എവിടെ പോയി? അപ്പൊ കുറച്ചു നേരം സ്ക്രോൾ അപ്പും ഡൗണും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പാട്ട് കണ്ടുപിടിച്ചു. ആൻഡ് പ്രസന്റിങ് ദ ആനിവേഴ്സറി സോങ്. ഇത് നമ്മുടെ ഹരിയാണ് എഴുതിയത്, ഹരിനാരായണനാണ് എഴുതിയത്. ബ്യൂട്ടിഫുൾ ലിറിക്സ്. ഹൃദയവാനമാകെ പ്രണയതാരകം നീ, ഇടം നെഞ്ചിലോലും ശ്വാസമേ, ഹൃദയവാനമാകെ
പ്രണയതാരകം നീ ഇടം നെഞ്ചിലോലും ശ്വാസമേ ഒരു കിനാവായി ഒഴുകി നമ്മൾ നറുനിലാവായി തുണയും നീ ഉയിർ പാതിയാകും നാളമേ. ഈ പാട്ടിലെ വരികൾ പോലെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ? വെരി മച്ച് റൊമാൻറ്റിക് ഒക്കെയാണ് റൊമാൻറ്റിക് ആണ്. അതുപോലെ ഇങ്ങനെ ഈ നമ്മൾ ചില ദിലീപേട്ടൻ്റെ ചില സിനിമയിലെ ദിലീപേട്ടൻ്റെ തമാശകളില്ലേ ഭയങ്കര ഇതായിട്ട് അതിന്റെ അവസാനം കൊണ്ട് വെച്ചിട്ട് എന്തെങ്കിലും ഒരു തമാശ ഒരു ട്വിസ്റ്റ് കൊടുക്കും, അതുപോലെയാണ്. പക്ഷേ ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ ഫുൾ ഓഫ് എൻ്റെ ലവ് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. 15 years ആയപ്പോൾ ഞാൻ ആലോചിച്ച് എന്ത് നമുക്ക് കൊടുക്കാം, വേറൊരു ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒരു പാട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ, നമുക്ക് പൊതുവേ പെൺകുട്ടികൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആണുങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുന്നത് ഇതുപോലെ ഒരു എന്ന് വെച്ചാൽ ബെൽറ്റ്, വാലറ്റ്, ഫോണ്, വാച്ച്, ഷർട്ടൊക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നത് കൊണ്ട്, കാരണം പ്രോഗ്രാംസും അത് ഇതൊക്കെ ഉള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കണം. ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 15ാമത്തെ വർഷം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒരു ഓപ്ഷനും ഇല്ലാതിരിക്കണം. അപ്പൊ നോക്കിയപ്പോ ഇവിടെ ഒരു പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര പ്രഷറായില്ലേ ദീപി? ഭയങ്കര പ്രഷറായി പോയി. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, അത്രയും മെനക്കെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പൊ ഈ പാട്ട് ഉണ്ടാക്കുന്ന കാര്യം ഒന്നും അറിയില്ല, ഇങ്ങനെ ഒരു പാട്ട് ചെയ്യുന്നുണ്ടെന്നൊന്നും അറിയില്ല. വീട്ടിൽ നിന്ന് റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഒരു സംശയം തോന്നിയില്ല ഇത് എങ്ങോട്ടാ? ഞാൻ എൻ്റെ ഡാൻസ് പ്രാക്ടീസ്, ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു പ്രാക്ടീസ് റൂമുണ്ട്. അപ്പൊ ഞാൻ പ്രാക്ടീസിന് കയറുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇത് ഒരു ഗിറ്റാറൊക്കെ എടുത്തിട്ട് റൂമിൽ, ഞാൻ ഒരിക്കലും ഇല്ലാണ്ട് ഗിറ്റാർ എടുത്ത് ബെഡ്റൂമിൽ പോയിരുന്നു ഭയങ്കര എന്തോ ചെയ്യുന്നു. അപ്പോൾ ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. സ്റ്റുഡിയോ ഒക്കെ വീടിൻ്റെ അടുത്ത് തന്നെയാ. പോയി പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതാണ് സൈഡിൽ കൂടെ എല്ലാം നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ. നമുക്കൊരു സർക്കിൾ ഉണ്ട്, കുറച്ച് മ്യൂസീഷ്യൻസ്, കുഞ്ഞു പിള്ളേരല്ല, ഒരു 23-24 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അവന്മാരെ ഞാൻ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞിടാ ഇതാണ് സംഭവം, അപ്പോൾ എന്താണെന്ന് ചെയ്താൽ ഇതാണ് പാട്ട്, ഇന്നതാണ്, മിക്സ് ചെയ്ത് റെഡിയാക്കിക്കോ, അതിനനുസരിച്ചൊരു വീഡിയോയും നമ്മൾ കുറേ ഫോട്ടോസൊക്കെ ഒരുമിച്ചിരുന്നൊക്കെ സെലക്ട് ചെയ്ത് ബാക്കി പണി മുഴുവൻ അവന്മാരെ കൊണ്ട് എടുപ്പിച്ച് നേരെ സംഭവം ഇറക്കി. അപ്പൊ ഇറക്കിയത് ഇൻസ്റ്റാഗ്രാമിലാണ്. നേരിട്ടൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല. ഇല്ല 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 ഇൻസ്റ്റാഗ്രാമിൽ അതല്ല, ഈ 12 AM വിഷിംഗ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ വിഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീ ഇൻസ്റ്റാഗ്രാം നോക്കോ? അപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാം നോക്കാൻ വെച്ചിട്ടാ പറയൂ, എന്നിട്ട് നീ ഇൻസ്റ്റാഗ്രാം നോക്ക്. ഏറ്റവും അവസാനം സർപ്രൈസ് അവസാനം നീ ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുത്ത് നോക്കൂ. ജന്മം ചെയ്ത് അന്ന് നോക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ഇരിക്കും അന്ന് നോക്കുന്നില്ല ഞാൻ. അപ്പൊ അങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ സർപ്രൈസ് അറിഞ്ഞത്. This is amazing. സർപ്രൈസ് ആയിരുന്നു അത്. And 25 years അല്ലേ? Let's go to 1988, പാദമുദ്ര. ആ ഒരു സംഭവം ഒന്ന് പറയൂ. ഇത് എന്നെ അട്രാക്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് അന്ന്. ഒന്ന്, ഹെഡ്ഫോൺസ് വെച്ച് നമുക്ക് സ്റ്റുഡിയോയിൽ പാടാം. 2 ലാലേട്ടനെ കാണിച്ചു തരാം. ഇത് രണ്ടുമാണ് എന്നെ അട്രാക്ട് ചെയ്യുന്ന 2. അപ്പോൾ മധു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് വീട്ടിൽ. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഡാൻസറാണ്. പക്ഷെ മധുചേട്ടനാണ് എന്നെ ഈ കോമ്പറ്റീഷൻസിലൊക്കെ അന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മധുചേട്ടൻ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലില്ല. അപ്പോൾ എനിക്കൊന്ന് എൻ്റെ 2nd സ്റ്റാൻഡേർഡിലാണ് പോകുന്നു. വന്ന് തരങ്കിണി സ്റ്റുഡിയോ, ട്രിവാൻഡ്രത്തുള്ള തരങ്കിണി, ദാസാറിൻ്റെ തരങ്കിണി സ്റ്റുഡിയോയിലാണ് അത് ചെയ്യുന്നത്. വിദ്യാധരൻ മാസ്റ്ററാണ് അതിൻ്റെ മ്യൂസിക്. അപ്പോൾ വലിയ സ്റ്റുഡിയോ ആണ് തരങ്കിണി. അപ്പോൾ അതിനെ നോക്കുമ്പോൾ ഇങ്ങനെ ലാലേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പാടിയ പാട്ടിൽ, അപ്പോൾ അതിൽ ആ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഭിക്ഷ യാചിച്ചു പോകുന്ന ഒരു സംഭവം, ഭിക്ഷയ്ക്ക് പോകുന്ന സീനാണ്. അതിനകത്ത് പുള്ളി ഒരു ഇത് പാടുന്നു. അതിനകത്ത് ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞിട്ട് 3 പിള്ളേർ പാടുന്നുണ്ട്. അതിൽ ഒരു ഹരഹരോ എൻ്റെ വക. അതാണ് തുടക്കം, വേണേൽ ഫസ്റ്റ് മൂവി എന്ന് വേണേൽ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ 1998 ഫസ്റ്റ് ദേവദാസി. ആ പാട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ടല്ലേ? ഒരു റിതം. അത് 13 അക്ഷര താളം എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടെന്ന് നമുക്ക്, എനിക്കും ആ സമയത്ത് ഫസ്റ്റ് ടൈം ആ പാടാൻ പോയപ്പോൾ ശരത്തേട്ടനാണ് മ്യൂസിക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്തോരം കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ സംഗതികൾ പിന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, താളവും കണക്കും എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതാ. അപ്പോൾ അന്ന് ഞാൻ ഈ പാട്ട് കേട്ടു. അന്ന് കാസറ്റിൻ്റെ കാലഘട്ടമാണ്, കാസറ്റിലാണ്. അപ്പോൾ കാസറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് തന്നിട്ട് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് ചെന്നൈയിൽ. അന്ന് അതെന്ന് അപ്പോൾ ഇത് ശരത്തേട്ടൻ പാടി, ഞാൻ അതുപോലെ പാട്ടൊക്കെ പഠിച്ചു. ചെന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല.
എന്ത് പാടണം, എവിടെ പാടണം, എവിടെ തുടങ്ങണം, ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ശരത്തേട്ടൻ വാസ് സോ കൂൾ, എപ്പോഴും പോലെ തന്നെ. അത് കുഴപ്പമില്ലടാ, ഞാൻ കൈ പൊക്കുന്ന സ്ഥലത്ത് നീ പാടി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് കൈ നോക്കി നിൽക്കും, അപ്പോൾ പാടും. അങ്ങനത്തെ രീതിയാണ്. ആൻഡ് നിറം ആ വർഷം തന്നെ ഹിറ്റായി. പിന്നെ 2000 സ്റ്റേറ്റ് അവാർഡ് നിറം വന്നു. പിന്നെ 2000 സ്റ്റേറ്റ് അവാർഡ്. അവിടുന്ന് പിന്നെ വിദ്യാജിയുടെ വിദ്യാസാഗറിന്റെ കുറേ പാട്ടുകളുണ്ടായിരുന്നു. ദീപ്തി ഓൺ ദ കോൺട്രറി ഒരു 5 വർഷത്തിന് ശേഷമാണ് ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നത് അല്ലേ? 2002-ലാണ് ഫസ്റ്റ് മൂവി ചെയ്തത്. ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക്. നിങ്ങൾക്കൊക്കെ ഒരു കോമൺ കണക്ഷൻ ഉണ്ടല്ലേ, രണ്ടുപേരും ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്, സോ ടു സേ. ഭയങ്കര കുഞ്ഞായിരുന്നു ഞാൻ. കുറച്ചുകൂടെ ഞാൻ നഗരവധു എന്ന് പറഞ്ഞിട്ട് സിനിമയില് സ്കൂളിലായിരുന്നു. എനിക്ക് ഹൈസ്കൂൾ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് നഗരവധുവില് വിദ്യാമ്മയുടെ മകളായിട്ട്, ശ്രീവിദ്യാമ്മയുടെ മകളായിട്ട് മരിച്ചുപോയ, അതിനകത്ത് ഡാൻസ് ആണ്, മരിച്ചുപോയ മകളായിട്ടാണ്. അതിലെ പാട്ടാണ് പൂന്തേൻ നേർമൊഴി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പാട്ടുണ്ട്, ചിത്ര ചേച്ചി പൂന്തേർമൊഴി. ഭയങ്കര പോപ്പുലർ പാട്ടാണ്. എല്ലാ കോമ്പറ്റീഷൻസും നമുക്ക് കേൾക്കാം ഈ പാട്ട്. മിക്ക കോമ്പറ്റീഷൻ ഞാൻ പാടി അഭിനയിച്ച പാട്ടായിരുന്നു അത്. ആ പാട്ട് പാടി അഭിനയിക്കുന്നതിനകത്ത് ഞാനും വാണി വിശ്വനാഥ് ഞങ്ങൾ രണ്ടുപേരുമാണ് അതിനകത്ത്. എന്നതൊരു ഫ്ലാഷ് ബാക്ക് റോളാണ്. അപ്പം ഞാൻ ഫ്ലാഷ് ബാക്കിൽ ഞാനാണ് അത് പാടുന്നത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി. അത് കഴിഞ്ഞ് സ്കൂളിംഗ് ജസ്റ്റ് കഴിഞ്ഞ് കോളേജിലോട്ട് കയറുന്നതിന് മുന്നേ ആയിരുന്നു ചിരിക്കുടുക്ക. പക്ഷെ 2 സിനിമകളെ ചെയ്തുള്ളൂ. 2 സിനിമകൾ. അത് കഴിഞ്ഞിട്ട് നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആങ്കറിങ്ങിലോട്ട് കയറി. എനിക്ക് സാധാരണ ആൾക്കാർ തിരിച്ചാണ് ശരിയാ. ഞാൻ പിന്നെ ആങ്കറിങ്ങിലോട്ട് കയറി. എനിക്ക് കുറച്ചുകൂടെ അന്നത്തെ ഒരു രീതിയിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ആങ്കറിങ്ങും ഡാൻസ് എനിക്കൊരു മെയിൻ സ്ട്രീം തന്നെയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് പിന്നെ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കോമണാലിറ്റി കുറേയൊക്കെ യുവജനോത്സവം കൂടിയാണ്. ആ ഒരു ഹിസ്റ്ററിയും കൂടി കോമൺ ആയിട്ടുണ്ട്. നമ്മളൊക്കെ യുവജനോത്സവത്തിൽ കൂടെ വന്ന ആളാണ്. ഞാനും സീനിയർ ആയിരിക്കുമല്ലോ അല്ലെ? 4 വർഷം സീനിയർ ആണ്. അപ്പൊ ഒരുമിച്ച് വരില്ലല്ലോ, അല്ലെങ്കിൽ അന്നേ ലൈൻ അടിച്ചേനെ ചിലപ്പോ. അന്നേ അറിയാറതെങ്കിൽ ഞാൻ ഇതിൽ വീടില്ലേ. അതെ, അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വീടില്ലായിരുന്നു ചിലപ്പോ. ഞാനും മഞ്ജു വാര്യർ നമ്മളൊക്കെ ഒരു ബാച്ചാണ്. നിങ്ങൾ ആ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും അങ്ങനെ ഓർമ്മകൾ? അതിനുശേഷം പിന്നെ മഞ്ജുവിനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോഴും വെരി സ്റ്റിൽ ഇൻ ടച്ച്. നമുക്ക് എപ്പോഴും മെസ്സേജ് ഒക്കെ അയക്കുന്ന ഫ്രണ്ട്സ് തന്നെയാണ്. നമ്മൾ ഷോസിനിടയ്ക്ക് പോകാറുണ്ട് ഒരുമിച്ച്. അപ്പോൾ എപ്പോഴും പറയും, ഞാനപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ പറയും, കലാതിലക അന്ന് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. കലാതിലക മഞ്ജുവിനാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കസിൻ ബ്രദർ അവൻ ഫാൻസി ഡ്രസ്സിലുണ്ട് ആ വർഷം. അപ്പോൾ ഇവൻ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയും, മോനെ കലാതിലകം കിട്ടിയ കുട്ടിയെ കണ്ടോ, ഇതൊരു സുന്ദരിയാന്നറിയൂ എന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാവരും ഓടിപ്പോവാ കലാതിലകം വാങ്ങിച്ച ആളെ കാണാൻ വേണ്ടി. ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് മഞ്ജു നേരെ സല്ലാപത്തിലോട്ട് പോയത്. വിധു അപ്പോൾ കലാപ്രതിഭയോ അങ്ങനെ? ഞാൻ ലൈറ്റ് മ്യൂസിക്കിന് മാത്രമായിരുന്നു. സ്റ്റേറ്റിൽ എനിക്ക് മോണോ ആക്ടും ചെയ്തിരുന്നു. മോണോ ആക്ട്, മിമിക്രി, നാടകമൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് ദീപ്തിക്ക് എങ്ങനെയായിരുന്നു? ഡാൻസ് ആയിരുന്നു. എനിക്ക് ഡാൻസ്. അപ്പൊ അതിലെല്ലാം കാണും. പിന്നെ നമുക്ക് ഞാൻ ആദ്യം സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു 8 ഐറ്റത്തിന് എന്തോ പങ്കെടുക്കാം ഇവന്റ്സിന്. അപ്പം പങ്കെടുക്കാൻ പറ്റുമോ? പക്ഷെ ആ സമയത്ത് നമുക്കുള്ളൊരു ഇതെന്ന് വെച്ചെങ്കിൽ ഡാൻസ് നമുക്ക് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, ഫോക്ക് ഡാൻസ് എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ പിന്നെ 3 ഉണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഓട്ടം തുള്ളൽ, പിന്നെ എന്തായിരുന്നു ചാക്യാർകൂത്ത് ഞാൻ ചെയ്തിട്ടില്ല. ഓട്ടംതുള്ളലൊക്കെ ഞാൻ ആ സമയത്ത് നാടോടി നൃത്തം ചെയ്യായിരുന്നു. നാടോടി നൃത്തം ഉണ്ട് ഓൾറെഡി, അതൊക്കെ ഡാൻസ് ഇതിൽ വരും. കന്നഡ റെസിറ്റേഷനൊക്കെ ഞാൻ ഇപ്പോഴും അമ്മ എടുത്ത് ചോദിക്കും, അമ്മ ഞാൻ എങ്ങനെ അമ്മ കഥാപ്രസംഗമൊക്കെ ഞാൻ പോയി നിന്നിട്ട് വരി മറന്ന് എനിക്ക് ഈ മെമ്മറൈസ് ചെയ്യാൻ ബൈ ഹാർട്ട് പഠിക്കലിനെ കൊണ്ട് പറ്റാത്ത കാര്യം. ഈ മലയാളം പദ്യമൊക്കെ നമുക്കിങ്ങനെ ലാസ്റ്റ് ഒരു 4 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വിടാറാണ്. എനിക്ക് പറ്റൂല, ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ആ ഓട്ടംതുള്ളലിനൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്, വരികളൊക്കെ തെറ്റിക്കും, അവസാനം കഥ മാറും. കഥയെ മാറും. ആദ്യമൊക്കെ ക്ലൈമാക്സ് പാടി വെക്കും. രാമനും കൃഷ്ണനും ഒക്കെ ഒരു കഥയെ വരും.
ആകെ മൊത്തം ബഹളവും. ഇതെങ്ങോട്ടായി മക്കളതൊക്കെ ആദ്യമേ തീർന്നു പോകും. അല്ല ഇപ്പോഴിതൊക്കെ ഈ യുവജനോത്സവത്തിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോഴും എനിക്ക് ഐ എം ഷുവർ നിങ്ങൾ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ ആലോചിക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഭയങ്കര സ്ട്രെസ് ആണോ അതോ യു ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്? എങ്ങനെയാണ്? നമ്മളൊക്കെ പോയിരുന്നത് പറഞ്ഞാൽ അതായത് ഒരുമിച്ചാണ് ട്രാവലിങ്ങും. സോ അതായത് യൂത്ത് ഫെസ്റ്റിവൽ, ഒരു പ്രത്യേകിച്ച് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ, കോളേജും അതുപോലെ തന്നെ കേട്ടോ. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അതിന് മുമ്പുള്ള പ്രാക്ടീസും. ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ആ 4-5 ദിവസത്തെ കോമ്പറ്റീഷനും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു നമുക്ക്. ഇപ്പോഴത്തെ കുട്ടികൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എനിക്കും ഭയങ്കര ജോളി, അങ്ങനെ എല്ലാവരും ഗ്രൂപ്പ് ഡാൻസ് അതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഡാൻസ് സ്കൂളിൽ വരുമ്പോഴത്തേക്കും യുവജനോത്സവം എന്ന് പറയുന്നത് നമുക്ക് മോർ ഓഫ് ഒരു വീറും വാശിയും കൂടി അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഡാൻസ് ഇതിനകത്താണ് കൂടുതൽ. ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് ശേഷമുള്ള പെർഫോമൻസസ് ആണ് ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ നിന്ന് ആ ഒരു കോമ്പറ്റീഷൻ്റെ ഒരു സ്ട്രെസ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേജിൽ കുറച്ചുകൂടെ ആർട്ടിനെ അടുത്തറിഞ്ഞു തുടങ്ങിയത് യൂത്ത് ഫെസ്റ്റിവലിന് ശേഷമാണ്. അത് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആ സ്റ്റേജ് ഫ്രൈറ്റ് മാറാനും പിന്നെ ഓഫ് കോഴ്സ് നല്ല ട്രെയിനിങ് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ പല പേരൻസും ഈ പറഞ്ഞ എനിക്ക് പഠിത്തം മതി എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ലല്ലോ. എക്സ്ട്രാ കരിക്കുലർ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആ സമയത്തേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പം നല്ല ട്രെയിനിങ് കിട്ടും. ഇതൊക്കെയാണ് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് തുടങ്ങിയത് ശേഷമാണ്. ശരിക്കും നിങ്ങളുടെ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്റ്റോണിന് ലേ ചെയ്യുന്നത് ശരിക്കും യുവജനോത്സവത്തിലൂടെയാണ്. ആൻഡ് ഐ തിങ്ക് ഇന്നിപ്പം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്താ പറയുക, യൂട്യൂബ് തന്നെ തകർക്കുമ്പോൾ അതിൻ്റെ എവിടെയോ ആ ജേം കിടക്കണ, അഭിനയത്തിൻ്റെ ജേം കിടക്കണ ഈ മോണോ ആക്റ്റും നാടോടി നൃത്തവും ഒക്കെ ആയിരിക്കും. ടെൽ മീ അബൌട്ട് യുവർ യൂട്യൂബ് ജേർണി. കാരണം ഇപ്പോൾ പ്രസൻറ്റിൽ നിങ്ങളെ ഒരു പക്ഷേ ഒരു 15-year-old അല്ലെങ്കിൽ 14-year-old ഏറ്റവും കൂടുതൽ നിങ്ങളെ അടുത്തറിയുന്നത് ത്രൂ യൂട്യൂബാണ്. ആൻഡ് ഈ ഒരു ജേർണി എവിടെ നിന്നാണ് തുടങ്ങി ആൻഡ് ഹൗ ഡിഡ് ദിസ് ഫസ്റ്റ് വീഡിയോ കം അബൌട്ട്? കാരണം കോവിഡ് സമയത്താണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത്? നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ എന്തായിരുന്നു? ഇല്ല, ആക്ച്വലി സംഭവിക്കാൻ ഒരൊറ്റ കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ജോലി ഒന്നുമില്ല ചെയ്യാൻ, ഒരു പണിയുമില്ല. വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലുള്ളത് പോലെ തന്നെ രാവിലെ ഒരു 11:30-12 മണിയാകുമ്പോൾ എണീക്കുന്നു, ബ്രഞ്ച് കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്നു. വൈകുന്നേരം ഒരു 6 മണി 7 മണിക്ക് ഏതെങ്കിലും ഒരു വെബ് സീരീസ് കണ്ടത്, അന്നാണ് OTT ഇങ്ങനെ കയറി പോകുന്ന സമയം. ഒരു വെബ് സീരീസ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പുലർച്ചെ 4 മണി 5 മണി വരെ കാണുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ വീണ്ടും പിറ്റേ ദിവസം എണീക്കുന്നു. പിന്നെ ഇതിനകത്ത് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് കയറിക്കൊണ്ടിരുന്ന ഒരു സാധനം കുറേ ഫേക്ക് ന്യൂസുകളും ഒട്ടും നമുക്ക് സമാധാനം തരാത്ത കുറേ ന്യൂസുകൾ വാട്സാപ്പിൽ വരുന്നു. TV വെച്ചാലും അത് തന്നെയാണ്. അപ്പം ഒരു സൈഡിൽ റിയാലിറ്റി എന്ന് പറയുന്നത് സമാധാനം തരുന്നതല്ല. ലോക്ക്ഡൌണിന്റെ സമയം നമ്മൾ ആരും ഇനി ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഫേസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഉള്ളൊരു പേടി, എങ്ങാനും കോവിഡ് ആയി കഴിഞ്ഞാൽ പിടിച്ചോണ്ട് പോവോ, ഇങ്ങനത്തെ ആദ്യമൊക്കെ എല്ലാവർക്കും ആങ്സൈറ്റി ആയിരുന്നു അല്ലേ? ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഐ തിങ്ക് ഇറ്റ് വുഡ് ഹാവ് ഹിറ്റ് ഹിം വെരി ഹാർഡ് അല്ലേ ദീപ്തി? അതായത് നമുക്ക് ഒന്നും പുറത്തിറങ്ങാൻ, ഷോസ് പോട്ടെ, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലേ. ആൻഡ് ഹൈപ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിയും. അതെ, ആദ്യമൊക്കെ ഞങ്ങളും എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു, നിങ്ങൾ ഇത്ര നാൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോബീസിന് സമയമില്ല. അപ്പോൾ ഇനിയിപ്പോൾ 2 ആഴ്ച ഹോബീസിനുള്ള സമയം, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, നീണ്ടു കിടക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ദീപ്തിയുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്തായാലും നമ്മൾ യൂട്യൂബ് തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് എൻ്റെ മാത്രം പാട്ടുകൾ, അതാണ് വിധു പ്രതാപ് ഒഫീഷ്യൽ എന്ന് ആദ്യം ഇട്ടത്, പാട്ടുകൾ മാത്രം പോവാം എന്നുള്ളതാണ്. അവസാനം ഞാൻ ദീപ്തിയോട് പറഞ്ഞു, ദീപ്തി നമ്മളിങ്ങനെ വെറുതെ, നമുക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് എന്തെങ്കിലും എഴുതിയാലോ. നമുക്ക് പറയുമ്പോ ഞങ്ങള് മറ്റേ ഈ ടിക്ടോക്ക് ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അതിങ്ങനെ ലിപ്സിങ്ക് പരിപാടികളൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇടുന്നത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ക്രിപ്റ്റിന്റെ ആവശ്യം വരുന്നില്ല, ലിപ്സിങ്ക് ആണല്ലോ, അപ്പൊ വേറെ ആവശ്യമില്ല. പെട്ടെന്ന് ടിക്ടോക്ക് ഒക്കെ നിർത്തി, അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ അപ്പൊ ഒരു പണിയില്ലാതെ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ദീപ്തിക്ക് ആദ്യം അതൊക്കെ വെറുതെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫ്ലെയർ ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു, ഒരെണ്ണം വിട്ടു നോക്കാം, ഒരെണ്ണം ചെയ്തു നോക്കാം,
ഇല്ലെങ്കിൽ വേണ്ട. മാക്സിമം ഇപ്പം എന്താ, നിങ്ങൾക്ക് ഈ പരിപാടി പറ്റുന്നതല്ല, പാട്ട് മാത്രം മതി. ആൾക്കാർ കളിയാക്കുമ്പോൾ പേടിയുണ്ടായിരുന്നില്ല? അല്ല, എവിടെ കളിയാക്കാൻ? അല്ല, ഈ കളിയാക്കിയാലും എത്ര, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇപ്പം നമുക്കിപ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ശരി ആൾക്കാർക്ക് ഇഷ്ടമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, അല്ല വർക്കാവുന്നില്ലെന്ന് നിർത്താം എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് കോവിഡിന്റെ എന്താണ് ഒരു കോവിഡ് പ്ലാൻ. അതായത് അത് ശരിക്കും നമ്മുടെയൊക്കെ ഇതിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. നമ്മൾ കോവിഡ് സമയത്ത് സമയം ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കുറെ പ്ലാൻ ചെയ്യും. നമുക്ക് ഹോബീസ്, ഡയറ്റ്, എക്സസൈസ്, ഇതെല്ലാം നമ്മൾ പിന്നെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതാവും, ഒന്നും നടക്കൂല. അവസാനം അത് വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു സ്കെച്ച് വീഡിയോ ചെയ്താലോ എന്ന് വെച്ചാൽ, അപ്പൊ അന്ന് യൂട്യൂബ് അല്ല ഫേസ്ബുക്ക് ആയിരുന്നു കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഈ തുടക്കകാലത്തിൽ. അപ്പം ഞങ്ങൾ ചുമ്മാ മൊബൈൽ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തന്നെ ഇരുന്ന് എഴുതുന്നു, ഞങ്ങൾ തന്നെ അവിടെ ക്യാമറ മൊബൈലാണ് ഓണാക്കി വെക്കുന്നു, നമ്മൾ തന്നെ അവിടെ ഓണാക്കി വെക്കുന്നു, ഓഡിയോ ഇപ്പുറത്തേക്കുന്നു, എഡിറ്റിങ് ദീപ്തി ചെയ്യും. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് വീഡിയോ. പക്ഷെ ഫസ്റ്റ് വീഡിയോ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് കിട്ടിയ റിസപ്ഷൻ എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിരുന്നു. നമ്മൾ ആൾക്കാർ കളിയാക്കുകയാണോ അതോ എന്താ സംഭവം പിടിയിട്ടതില്ല. അങ്ങനെ പിന്നെ ആദ്യം കൊള്ളാം എന്നുള്ള കമന്റ് ആണ്. അപ്പൊ അത് രണ്ട് രീതി വായിക്കാമല്ലോ. കൊള്ളാം എന്നും വായിക്കാം, ഏത് ടോൺ പിടിക്കണോന്ന് അറിയാതായി പോയി. അതെ. പിന്നെ അത് വേറൊരു രീതിയിൽ ഞാൻ പറയും, ഈ ഭാര്യ ഭർത്താവ് ആയാലും ശരി, ആറ് അച്ഛനമ്മയും അല്ലെങ്കിൽ മക്കളും ഇതാണെങ്കിലും ശരി, ഒരുപാട് നാളിങ്ങനെ അവരെ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ഫ്രിക്ഷനും അടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ചേട്ടനടുത്ത് പറയാം, നമ്മൾ അടി കൂടാതിരിക്കണമെങ്കിൽ ഇതിങ്ങനെ തുടരുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ക്രിയേറ്റീവ് സ്പേസിൽ നിന്ന്. പക്ഷെ അവിടെ പറഞ്ഞാലും ഒരേ മുഖമല്ല ഈ കാലത്തും ഓരോ ദിവസം ഓരോ കോവിഡ് ആകുമ്പോൾ ഓപ്ഷൻ ഇല്ലല്ലോ. അല്ല, കോവിഡ് ആകുമ്പോ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. രാവിലെ എണീക്കുമ്പോ ഓ ഇത് തന്നെയല്ലേ, പിന്നെ നോക്കുമ്പോ എന്റെ മുഖം കണ്ണാടിയിൽ. ഈ രണ്ട് മുഖങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ ശരിക്കും അതൊരു ഇതായിരുന്നു. ഞാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നു, ഒരു വീട്ടിനകത്ത് തന്നെ കിടന്ന് കറങ്ങുന്നു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇൻറ്റിമസി എന്ന് പറയുന്ന പല രീതിയിലാണ്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഇൻറ്റിമസി, ഓഫ് കോഴ്സ് ഫിസിക്കൽ, സെക്ഷുവൽ. പക്ഷെ അതിനകത്ത് വേറൊരു ഇൻറ്റിമസി ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ക്രിയേറ്റീവ് ഇൻറ്റിമസി. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ക്രിയേറ്റീവ് പെർസ്യൂട്ടിൽ ഒന്നിച്ച് അവർ കൊലാബറേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ അവർ കണ്ടെത്തുന്ന ഒരു ബോണ്ടിങ് ഉണ്ട്. ആൻഡ് ഡിഡ് ദാറ്റ് റിയലി ഹാപ്പൻ ഫോർ യു? അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതൊരു അടിച്ച് പിരിയൂന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടുമുണ്ട് കേട്ടോ, അത് രണ്ടുമുണ്ട്. അതായത് എത്ര നേരം നമ്മൾ പറയല്ലോ, രണ്ട് ആർട്ടിസ്റ്റുകൾ രണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ ഭയങ്കര ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ പോകണമെന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അടിയായിരുന്നു. ആ സമയത്ത് ഇല്ല വേണ്ട, കീറിയൊക്കെ കളഞ്ഞിട്ട് വേണ്ട. അപ്പൊ ദീപ്തി പറയുന്നത് എന്നാ ഇയാൾ എഴുതിക്കോ, അപ്പൊ ഞാൻ എന്നാ നീ എഴുതിക്കോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്താണെന്നറിയോ, തീർച്ചയായിട്ടും ചില തമാശ പറയുമ്പോൾ അത് കൊള്ളൂല, അതെന്താ കൊള്ളൂല അത് തന്നെ ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ട് പിണങ്ങിയിട്ട് ഷൂട്ടൊക്കെ മാറ്റി വയ്ക്കും. ആര് വേറെ ഇല്ലല്ലോ, ഞങ്ങൾ തന്നെയാണല്ലോ ക്രൂ. ഷൂട്ട് മാറ്റി ക്യാൻസൽഡ്. പിന്നെ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് മറ്റേ സ്റ്റോറി നമുക്ക് ബാക്കി നോക്കണോ? വേണം നോക്കാം, വേറെ പണിയില്ലല്ലോ. യൂട്യൂബിൽ വീഡിയോ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ചെയ്യണമെന്നില്ല ആഗ്രഹമാണ്. അപ്പം ഞാൻ പറയും പോട്ടെ നീ അപ്പോൾ ഒരു തമാശ പറഞ്ഞിരുന്നല്ലോ, അതെങ്ങനെ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അപ്പം അതുകൊണ്ട് അടിയും ബഹളവും ഒക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഭംഗിയുള്ളൊരു വശം എന്ന് പറയുന്നത്, ഇത് പുറത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ, ആൾക്കാർ എന്തുമാത്രം സ്നേഹിക്കുന്നു നമ്മുടെ വീഡിയോസിനെ, ഇഷ്ടപ്പെട്ട് കാണുന്നു, നമ്മൾ എന്തുമാത്രം എൻ്റർടൈൻ ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ശരിക്കും ആരും അത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഒന്നാമത് നിങ്ങൾ ഇത്രയും നല്ല ആക്ടേഴ്സ് ആണെന്ന് ആരും എക്സ്പെക്ട് ചെയ്തില്ല. അത് ഇപ്പം ഒരു നല്ല ആക്ടേഴ്സ് എന്നുള്ളതിനെക്കാട്ടിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മുഖം എന്നുള്ളത് അതായിരുന്നു. നല്ല ആക്ടേഴ്സ് എന്നുള്ളതല്ല, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് ചിലത് വരുമ്പോൾ നമ്മൾ പറയൂലേ, ഓ ഓക്കെ, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. കാരണം ഒരു ഡാൻസറായിട്ട് അറിയാം, ഒരു മ്യൂസിഷ്യനായിട്ട് അറിയാം, പക്ഷെ ഇങ്ങനെ ഒരു ആസ്പെക്ട് ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ദാറ്റ്സ് എ ഫാക്ട്. ആൻഡ് യു ഡിഡ് റിയലി വെൽ ദാറ്റ് ടു. ഇങ്ങനെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന കപ്പിള് ഐ ഓൾവേസ് ഹാവ് ഫെൽറ്റ് ഒരു നോർമൽ കപ്പിളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. ഒന്ന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ ഒരു ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പറയും, നിങ്ങൾ കൊച്ചി തന്നെ എത്ര നാളുണ്ടായിരുന്നു? റിയലി എപ്പോഴും ട്രാവലിംഗ് അല്ലേ? ട്രാവലിംഗ് ആണ്. പാൻഡമിക് ഈ ഷോസ് ഓപ്പൺ ആയതിനു ശേഷം അത്യാവശ്യം നല്ല ട്രാവൽ, പിന്നെ അത് കഴിഞ്ഞ് ടെലിവിഷൻ ഷോസ്, ഷൂട്ട്, പിന്നെ സ്റ്റേജ് ഷോസ്, അതായത് ഇവിടെ തന്നെ കോളേജസിലുള്ള പെർഫോമൻസസ് എല്ലാം കൂടി വരുമ്പോൾ യുവർ ലൈഫ് സ്റ്റൈൽ ഇസ് ലൈക്ക് എ
ലൈക്ക് ഒരു ശരിക്കും ഒരു പ്രഷർ കുക്കറിനകത്ത് കിടക്കണ മാതിരിയല്ലേ? ഹൗ ഡു യു ഡീൽ വിത്ത് ദിസ് സ്ട്രെസ് ദാറ്റ് കംസ് വിത്ത് ദിസ് ലൈഫ് സ്റ്റൈൽ ആസ് എ കപ്പിൾ ആൻഡ് ഇൻഡിവിജ്വലി ഓൾസോ? ബിക്കോസ് ദീപ്തി പലപ്പോഴും കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേജ് ഷോസ് ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമാണ് ആൾക്കാരെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യണം എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ. എസെൻഷ്യലി an entertainer. എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ സ്റ്റേജിൽ പോയാലും ആൾക്കാരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഷൂട്ടിന് പോയാലും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ദീപ്തിയും അതുപോലെ തന്നെ. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങളിൽ ഇപ്പം എനിക്ക് ബാൻഡുണ്ട്. ബാൻഡിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ദീപ്തിയാണ്. നമുക്കുണ്ട് രണ്ട് മാനേജേഴ്സ് ഉണ്ട്. അവരെ മാനേജ് ചെയ്യാൻ ഒരാളെ നിർത്തണമല്ലോ. നമ്മള് ഇതില് ബാൻഡിലെ പിള്ളേരിട്ടിരിക്കുന്ന പേര് മത്തായിച്ചൻ എന്നവരെ മാന്നാർ മത്തായി ഇല്ലേ, മത്തായിച്ച വന്നില്ലേ ചേട്ടാ? വരുന്നുണ്ടെന്ന് പറയാം. പക്ഷെ ഇതൊക്കെ എന്താണെന്നറിയാം, നമ്മളൊരു പാഷൻ പെർസ്യൂ ചെയ്യുന്ന സമയത്ത് തിങ്സ് ആർ ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ജോലി ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രഷറായിട്ട് മാറും. പിന്നെ എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ്സ് വരുമ്പോഴും നമുക്ക് ആ പ്രഷറായിട്ട് മാറും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് പോകുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷെ ദീപ്തി എവിടെയോ ദീപ്തിയുടെ കരിയറിനെ ഇൻ എ വേ മാറ്റി വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് വിധുവിൻ്റെ കരിയറിനെ. അതൊരു പോയിന്റ്, ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഇൻ യുവർ ലൈഫ്. ഹൗ ഡിഡ് യു കം ടു ദാറ്റ് ഡിസിഷൻ? നമുക്കിപ്പോൾ ഒരാളെ വിശ്വാസമാണ്, ഒരാളെ വളരെ സ്നേഹമാണ്, അയാളിലൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ട്രസ്റ്റ് കീപ്പ് ചെയ്യേണ്ടത് അയാളുടെ ഇൻറ്റഗ്രിറ്റിക്ക് അനുസരിച്ചിരിക്കും. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, വൈഫ് വന്നിട്ടില്ലേ? ഇല്ല നാട്ടില. ഓക്കെ. മക്കള് ഇല്ലില്ല, മക്കളില്ല. പുള്ളി അടുത്ത സ്റ്റെപ്പ് എൻ്റെ അടുത്ത് പറയുന്നത് ഒരു ഡോക്ടറിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഗോഡ് ഫാദർ എനിക്ക് പറയത്തക്ക രീതിയിൽ എനിക്ക് ആരും ഇല്ല. ഞാൻ എപ്പോഴും സ്മരിക്കുന്ന, ഞാൻ ഗ്രേറ്റ്ഫുൾ ആവുന്നത് എനിക്ക് അടുപ്പിച്ചടുപ്പിച്ച് എനിക്ക് നല്ല നല്ല ഹിറ്റ്സ് തന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനെയാണ് ഞാൻ ഗ്രേറ്റ്ഫുൾ ആവുന്നത്, അവരെ ഓർക്കുമ്പോൾ. 25 ഇയേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്.